ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനിന്ന് ഡ്യൂട്ടിക്ക് വേണ്ടി വന്നേക്കും. ഇന്ന് എൻ്റെ ആക്ച്വലി ഡ്യൂട്ടി 9:30 to 8 ആയിരുന്നു. അപ്പോൾ ഞാനിന്നൊരു സ്റ്റഡി ഡേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 9 to 4 ഇന്ന് സ്റ്റഡി ഡേ ആണ്. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റിന് കയറണം. അപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ ഷിഫ്റ്റിന് കയറാമെന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസം ഞാൻ എക്സ്ട്രാ ബാക്കിയുള്ള അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരേണ്ടി വരും. അപ്പോൾ ഇന്നാണെങ്കിൽ എന്തായാലും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഉച്ച കഴിഞ്ഞിട്ടല്ല 4 മണി കഴിഞ്ഞ് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് കയറിക്കൊള്ളാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന സ്റ്റഡി ഡേയ്സിന് പറയുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ബുക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റഡീസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന സ്റ്റഡീസിനായിട്ട്, അതിനാണ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പോകുന്ന ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തുമായിട്ട് ഡെവലപ്പ് ചെയ്ത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന അവേഴ്സാണിത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പൂനെയിലായിരുന്നു. അപ്പം പൂനെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ ഒരു ഷിഫ്റ്റ്, ഈവനിങ് ഒരു ഷിഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു ഷിഫ്റ്റ്. അപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് നമുക്ക് എന്നൊക്കെ ദിവസം ഉണ്ടോ ആ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ, എന്താ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്തായാലും കുറച്ച് ടൈം നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ടൈമോട് കൂട്ടിയായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്നല്ല, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് കൂടണം. അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും ഇല്ല, പക്ഷേ ക്ലാസ് കൂടണമെന്ന് നിർബന്ധമാണ്. നമുക്ക് 2 മണിക്ക് ഷിഫ്റ്റ് തുടങ്ങുകയുള്ളൂ. 12:30 നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൂടുകയും വേണം, പക്ഷേ പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും ഇല്ല. അന്ന് പക്ഷേ നിർബന്ധമായിരുന്നുകൊണ്ട്, നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായിരുന്നുകൊണ്ട് നമ്മളത് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈമായിരുന്നു നമ്മൾ അതിനു വേണ്ടി കൊടുത്തോണ്ടിരുന്നത്. എന്തിനാണ് കൊടുത്തോണ്ടിരുന്നതെന്ന് വെച്ചാൽ വെറുതെ കൊടുത്തോണ്ടിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഏത് ടൈം, അത് 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും അവരത് വാല്യൂ ചെയ്യും, അവരത് നമുക്ക് പേ ചെയ്യും. പിന്നെ നമ്മൾ സ്റ്റഡി ഡേ ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിലെ സ്റ്റാഫിങ്ങിനെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിക്ക് അവർ സ്റ്റഡി ഡേ ഒക്കെ അലോക്കേറ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ഇന്നിപ്പം സ്റ്റാഫ് കുറവാണെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ വിളിച്ചാൽ തിരിച്ചെനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റഡി ഡേ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പം ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോഴ്സിൻ്റെ ഫുള്ളൊരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ പോലെ അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നു, ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ഇത്ര അവേഴ്സ് ഉള്ളതുകൊണ്ട് പല ആളുകളുടെ പല സെഷൻസ് ആയിരിക്കും. ആ സെഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്കുകളുണ്ട്. ചിലയിടത്ത് അവർ ടീയും സ്നാക്സും ഒക്കെ തരുന്നുണ്ട്. എന്തൊക്കെയാണ് തരുന്നത്, എന്തൊക്കെ ബ്രേക്കുകളാണ്, ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, എന്ത് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളാണ്, അങ്ങനെ നമ്മുടെ ഫുള്ളൊരു ഇന്നത്തെ ആ ഒരു അവേഴ്സ് 9 to 4 അവേഴ്സിൻ്റെ ഫുൾ ടൈം ടേബിൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുമ്പോട്ട് പോകുമ്പം വീഡിയോസ് ഒന്നും ഒത്തിരി എടുക്കാൻ പറ്റില്ല, കാരണം കുറേയൊക്കെ കോൺഫിഡൻഷ്യൽ ആണ്. നമ്മൾ ഒന്നാമത് ഹോസ്പിറ്റലിൻ്റെ അകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എടുത്താലും തന്നെ നമുക്ക് വേറെ ആരെയും ഫേസോ അങ്ങനെ ഒന്നും കാണിക്കാനായിട്ട് പറ്റില്ല. എല്ലാവരുടെയും പ്രൈവസി ഇവിടെ ഭയങ്കരമായിട്ട് മാറ്റേഴ്സാണ്. നമ്മളിപ്പം പുറത്തുനിന്ന് ഒരാളുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ, ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, എന്തിനാണെങ്കിലും നമ്മൾ അവരോട് കൺസെൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നുള്ളതാണ്. ഇവിടുത്തെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് കുറച്ചൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ക്ലിപ്സ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഓവർനൈറ്റ് ഓട്സ് ആണ്. കുറച്ച് നാളുകളായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. 9 o'clock അവിടെ നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9:20 നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ കോഴ്സ്, ഈ ഒരു ട്രെയിനിങ് സെഷൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് ഉണ്ട്. ഫസ്റ്റ് ബ്രേക്കിന് ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പം ടീം സ്നാക്സും ഒക്കെ ആയിരിക്കും. ഒരുപാട് ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് ആണെങ്കിൽ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എത്രത്തോളം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എനിക്കിങ്ങനെ കുറേ കൺട്രോൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ അറിയാണ്ട് കൈ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് മുൻപോട്ടുള്ള ഡേയിൽ പോകുമ്പോൾ അൺഹെൽത്തി ആകാമെന്ന്. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിക്കണമെന്ന് ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങനെ കഴിക്കണേ, ഇത് മാത്രം കഴിച്ചാൽ വിശപ്പ് പോവോ, ഇതിപ്പോൾ ഒരു ബൗള് നിറച്ച് സാധനം ഉണ്ട് കേട്ടോ. എന്നാലും എനിക്കിങ്ങനെ തോന്നുമായിരുന്നു എങ്ങനെ കഴിക്കണം ഇങ്ങനത്തെ സാധനമൊക്കെ എന്ന്. പക്ഷേ
പ്രോപ്പറായിട്ടുള്ളൊരു റെസിപ്പിയിൽ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇത്ര ഇഫക്റ്റീവായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഒരിടയ്ക്ക് മുഴുവൻ ഞാൻ മുട്ട പുഴുങ്ങിയതൊക്കെയാണ് കഴിച്ചു വരുന്നത്. മുട്ട പുഴുങ്ങിയത് കഴിച്ചാലും നമുക്കൊരു ടൈം കഴിയുമ്പോൾ വിശക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വയറ്റിലിട്ടാൽ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് എപ്പോഴാണോ ഫുഡ് കഴിക്കാൻ വിടുന്നത് അതുവരെ വിശക്കാറില്ല. അത്രയ്ക്ക് നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ ടൈം ഏകദേശം 8:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്ലോ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങാം. നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് 9 മണിക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്നാലും അങ്ങോട്ട് പോയി ആ ഒരു ഏരിയയിലേക്ക് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ക്ലോസർ ടു വെയർ ദ ട്രെയിനിങ് ഈസ്. ഒരു സെഷൻ കഴിഞ്ഞിട്ടുള്ള ബ്രേക്കിലായിരുന്നു നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പോൾ നമ്മുടെ മോർണിംഗ് സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ബ്രേക്കിന് വേണ്ടി വിട്ടേക്കാണ്. ഇനി ആഫ്റ്റർനൂൺ 4 മണി വരെയാണ് അടുത്ത സെഷൻ. അപ്പോൾ ഒരു സോർട്ട് ഓഫ് ലൈക്ക് 40-45 മിനിറ്റ്സോളം നമുക്ക് ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും പോയിരുന്ന് കഴിക്കാമെന്ന് തോന്നി. ജ്യൂസസ് ഒക്കെ തരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് കുറേ ലീഫ്ലെറ്റ്സും ബുക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാം. ഫുഡ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. തിരിച്ചവിടെ അവർ പറഞ്ഞേക്കുന്ന ടൈമിൽ ചെന്നാൽ മതി. അപ്പം നല്ല എന്താ പറയുക വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള ക്ലാസ്സസിന് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസീസിനെ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം രോഗികളുടെ വെൽബീയിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങും കൊണ്ടും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു യോഗ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ഓഫാണെങ്കിൽ പൊതുവേ യോഗ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് റിലീഫാണ്. ബോഡിയിൽ നമുക്കൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യുമ്പോൾ ബോഡിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ കുറച്ചും കൂടെയൊക്കെ മെൻ്റൽ വെൽബീയിങ്ങിനും കൂടെ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനും നമുക്ക് കുറച്ചും കൂടെ സെൽഫ് സെൻറ്റേർഡ് ആകാൻ അങ്ങനെയൊക്കെ സെൽഫ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് വേ. അപ്പം അതിനൊക്കെ ഹെൽപ്ഫുള്ളാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ യോഗ ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന പാനിക് ആവുന്നൊക്കെ കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു യോഗ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് യോഗ സെഷൻസ് ലൈക്ക് മേ ബി ലൈക്ക് ഫുൾ ഡേ യോഗ സെഷനൊക്കെ അല്ലെങ്കിൽ ഇത്ര അവേഴ്സിലേക്ക് ഫുൾ ഡേ യോഗ സെഷൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര അവേഴ്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള യോഗ സെഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പല ഡോക്ടേഴ്സും ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ് പ്രാക്ടീഷണർമാരെന്ന് പറയും. അവർ ലൈക്ക് ഈക്വലി ഡോക്ടേഴ്സിൻ്റെ തന്നെ ഈക്വലി നിന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നവരാണ്. നമുക്ക് നാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാം ഡോക്ടേഴ്സ് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡോക്ടേഴ്സിന് അവരുടേതായ റോളുണ്ട്. അപ്പോൾ നേഴ്സസിൻ്റെ തന്നെ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഓരോ ലെവൽ കൂടി പോകുന്നവർ, അവർക്ക് അവരുടേതായിട്ടുള്ള റോളുണ്ട്. അപ്പോൾ അങ്ങനെ പലരും ഈ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പലരും വന്ന് ട്രെയിനിങ് പല സെഷൻസും എടുത്തു. ഉച്ച കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് സെഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഗോയിങ് ബാക്ക് ടു ദാറ്റ് സെഷൻ. അപ്പം ഞാൻ ലഞ്ച് കൊണ്ടുവന്നത് ചിക്കൻ്റെ ഒരു വലിയ പീസ്, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ട് കൊണ്ടുവന്നേക്കണം, പിന്നെ കുറച്ച് വെജീസ് ഒക്കെ ആയിട്ടാണ് കൊണ്ടത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് കഴിക്കാൻ പോരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനൊന്ന് മുറിച്ച് ഇടാത്തതുകൊണ്ട് ചിലപ്പോൾ കയ്യിൽ പിടിച്ച് കഴിക്കേണ്ടി വരും. അപ്പം അങ്ങനെ കഴിക്കാനായിട്ട് കുറച്ചും കൂടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് നല്ലതെന്ന് തോന്നി. ഞാൻ അവിടെ ഇരുന്ന് കൈയും കൊണ്ട് കഴിക്കുന്ന ഇവിടെ ആർക്കും അങ്ങനെ കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അവർ അക്സെപ്റ്റ് ചെയ്യും. ബട്ട് സ്റ്റിൽ നമ്മൾ വേറുള്ളവർക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക മാനേഴ്സോ അല്ലെങ്കിൽ സിവിക് സെൻസോ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു ഫീലിങ്സ് എന്ന് പറയുക വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിക്ക് നമ്മൾ വന്നിരുന്ന് കഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. ഹലോ, it's so nice.
അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മുടെ ബ്രേക്കും തീരാറായി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയാൽ അവിടെ അവർ ചെല്ലാൻ പറഞ്ഞേക്കണ സമയമാകുമ്പോഴേക്കും തിരിച്ച് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് പോകാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് പോയിന്ന് കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ച് വായക്കൊന്ന് കഴുകിയിട്ട് പോകണം. എന്തെങ്കിലും ചൂയിങ്കോ ടിക്ടാക്കോ എന്തെങ്കിലും വായിലിട്ട് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത് അത്ര നൈസായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കില്ല അടുത്തുള്ളടത്ത്. നമ്മൾ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ അപ്പിയറൻസ് ആസ് ഫാർ ആസ് പോസിബിൾ നൈസ് ആയിരിക്കണം. നമ്മുടെ കളറൊന്നും ഇറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ ബ്രൗൺ ആണോ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്. ഇറ്റ്സ് മോർ ഓഫ് അബൌട്ട് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് ആൻഡ് ഹൗ യു സ്മെൽ. നമ്മുടെ സ്മെല്ല് നമുക്കൊന്നും കുറേയൊക്കെ സ്മെല്ലുകൾ നമുക്കറിയില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് നമ്മൾ കുറേ കൂടെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്മെല്ല് ബാഡാന്ന് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ വേർപ്പിൻ്റെ സ്മെല്ല് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് ടു സ്മെൽ നൈസ്, വി ഹാവ് ടു പ്രസൻറ്റ് നൈസ്, വി ഹാവ് ടു ടോക്ക് നൈസ്ലി ടു അതേഴ്സ്. എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ ലിവിങ് ദിസ് കൺട്രി. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് ടു ദി സെഷൻസ്. അങ്ങനെ നമ്മുടെ 9 to 4 ട്രെയിനിങ് കഴിഞ്ഞ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 7:30 വരെ ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി ക്ലൗഡി മഴയൊക്കെ. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് തുടങ്ങാം.